ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योग शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। ചൈതന്യ ചരിതാമൃത മധ്യലീല 11-ാമത്തെ അധ്യായം 59-ാമത്തെ ശ്ലോകം മുതൽക്ക്. സുനി ഗജപതിരാമനെ സുഖ ഉപജില പ്രഭുരെ മിലിതേ മന്ത്രണ ദൃഢ കൈല. सुनि गजपतिरामना सुगा उपजिला प्रभुरे मिलिता ये मंत्रनाथ धृता कैला। हरे कृष्ण। Very good. Maharaja Prataprutra took the Bhattacharya's advice and firmly decided to follow his instructions. Thus he felt transcendental happiness. ഗജാപതി, അതായത് കൊറീസിലത്തെ രാജാക്കന്മാരെ ഗജപതി എന്നാ പറയുക. ഗജപതി ആദ്യം വന്നിട്ട് രഥം വലിക്കണം, അതേപോലെ അവിടെ ബ്രൂം ചെയ്യും. അപ്പൊ ഗജപതിമാരാന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സുനി ഗജപതിര, അതായത് കിങ് ഓഫ് ഒറീസ, കിങ് ഓഫ്. അപ്പൊ അവിടുത്തെ അവരുടെ ടൈറ്റിലാണ് അവരുടെ രാജാക്കന്മാർക്ക് ഗജപതി എന്ന് പറയും. സോ മഹാരാജ പ്രതാപരുദ്ര ഭട്ടാചാര്യയുടെ അഡ്വൈസ് എന്താണ്? രഥയാത്ര സമയത്ത് ചൈതന്യ മഹാപ്രഭു ക്ഷീണിച്ചാൽ ഗുണ്ടിച്ച ഗാർഡനിൽ പോവും. ആ സമയത്ത് എന്ത് ചൊല്ലാനാണ് പറഞ്ഞത്? ഗോപി ഗീത് അല്ലേ? അപ്പൊ എല്ലാം മതി പറഞ്ഞ് അങ്ങക്ക് ദർശനം തരും. അപ്പൊ എങ്ങനെ, ഏത് വേഷത്തിൽ പോകാനാണ് പറഞ്ഞത്? രാജാവിന്റെ ഏത് വേഷത്തിൽ പോകാനാണ് പറഞ്ഞത്? ഭക്തന്റെ, രാജാവിന്റെ വേഷത്തിൽ പോകാനല്ല പറഞ്ഞത്, ഭക്തന്റെ വേഷത്തിൽ പോകാനാണ് പറഞ്ഞത്. ഓക്കെ. സോ സ്നാനയാത്ര കബേ ഹബേ പൂച്ചില ബട്ടേരാം ബട്ട കഹേ തീന ദീന ആചാര്യ യാതാരേ. स्नान यात्रा कभी हबे पुछीला बटेरा बट्टा काहे तीना दीना आचय यातरे. When the king asked the Bhattacharya when the bathing ceremony Snana Yatra of Lord Jagannath would take place, the Bhattacharya replied that there were only 3 days left before the ceremony. അപ്പോൾ എപ്പോഴാണ് സ്നാനയാത്ര തുടങ്ങുന്നത് ചോദിച്ചു ആര്? രാജാവ് ഭട്ടാചാര്യരോട്. കാരണം 3 ദിവസം മാത്രമേ ഉള്ളൂ. എന്താണ് ഈ സ്നാനയാത്ര? ആർക്കെങ്കിലും അറിയോ?
എന്താണ് സ്നാനയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന്റെ റെലവൻസ്? ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനല്ലേ? യെസ്, ഭഗവാന്റെ ഇൻസ്റ്റാളേഷൻ ദിനമാണ്, പ്രതിഷ്ഠാ ദിനമാണ്. ഓക്കെ, അതാണ് സ്നാനയാത്ര. അപ്പൊ സ്നാനയാത്രയ്ക്ക് ശേഷം ഭഗവാൻ എന്താണ്? അസുഖം പിടിക്കും. ഏകദേശം 10-15 ദിവസം അസുഖം പിടിക്കും. അപ്പോ ഭഗവാനെ ശുശ്രൂഷിക്കുന്ന ആരാണ്? ശബേര കുടുംബത്തിൽ. അതെ, ട്രൈബൽ പീപ്പിൾ ആണ്. ശബര. അതെ, അന്നത്തെ കാലത്ത് ശബരയുടെ, അതായത് ഇതിപ്പോ ഇപ്പൊ ആരാണ് രാജാവ്? ആരാണ് ഇപ്പോഴത്തെ രാജാവ്? അതായത് ഈ സെക്ഷനിലത്തെ രാജാവ് കേട്ടോ, ഇപ്പോഴത്തെ അല്ല, പ്രതാപരുദ്ര അല്ലെ? അന്ന് ഈ ഡേറ്റ് കണ്ടെടുത്ത സമയത്ത് ആരായിരുന്നു? യെസ്, ഇന്ദ്രജിമ്ന. ഓക്കെ, അപ്പൊ അന്ന് ശബര ക്ലാൻ, ശബര ട്രൈബിലുള്ള ആൾക്കാർ, അതിന്റെ ഹെഡായിരുന്നു വിശ്വാസു. അപ്പൊ അവരാണ്. അപ്പൊ ഇന്നും അവരുടെ പരമ്പരയിലുള്ള ആൾക്കാരാണ് ഭഗവാൻ ഇങ്ങനെ സ്നാനയാത്ര കഴിഞ്ഞിട്ട് അസുഖം പിടിക്കുമ്പോൾ ശുശ്രൂഷിക്കുന്ന, മരുന്ന് കൊടുക്കുന്നതും പൂജ ആദി കർമ്മങ്ങൾ ചെയ്യുന്നതും ഇവരാണ്. അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണന്മാരല്ല അവര്, ട്രൈബൽ പീപ്പിളാണ്. അപ്പൊ ആ സെയിം ആ താഴ്വഴിയിൽ വരുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഭഗവാനെ സേവിക്കുന്നത്. ഭഗവാന്റെ സ്നാനയാത്രയ്ക്ക് 3 ദിവസമേ ഉള്ളൂ എന്ന് ആര് പറയുന്നു? ഭട്ടാചാര്യ പ്രതാപരുദ്ര മഹാരാജനോട് പറയുന്നു. രാജാരെ പ്രബോധിയ ഭട്ടഗേല നിജാലയ സ്നാനയാത്ര ധീനെ പ്രഭുര ആനന്ദ ഹൃദയ. രാജാരെ പ്രബോധിയ ഭട്ടഗേല നിജാലയ സ്നാനയാത്ര ദിനെ പ്രഭുര ആനന്ദ ഹൃദയ. After thus encouraging the king, Sarvabhauma Bhattacharya returned home. On the day of Lord Jagannath's bathing ceremony, Sri Chaitanya Mahaprabhu was very happy at heart. ഇത് പറഞ്ഞിട്ട് ഭട്ടാചാര്യ വീട്ടിലേക്ക് പോയി. അപ്പോൾ ജഗന്നാഥ് അതിന്റെ ബേത്തിങ് സെറിമണി, സ്നാനത്തിന് എത്ര ദിവസം, ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷമായിരുന്നു, വളരെ സന്തോഷവാനായിരുന്നു. സ്നാനയാത്ര ദേഖി പ്രഭു രാഹൈല ബഡ സുഖ ഈശ്വര അനാവസരേ പായില ബഡ ദുഃഖ. സ്നാനയാത്ര ദേഖി പ്രഭുര ഹൈല ബഡ സുഖ ഈശ്വര അനീശ്വര പൈല ബഡ ദുഃഖ. Upon seeing the bathing ceremony of Lord Jagannatha, Sri Chaitanya Mahaprabhu became very happy. But when Lord Jagannatha retired after the ceremony, Lord Chaitanya became very unhappy because he could not see him. അനവസര എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ്. അതായത് സ്നാനയാത്ര കഴിഞ്ഞാൽ അസുഖം പിടിക്കും, അതിനുശേഷം രഥയാത്ര ദിവസം വരെ ദർശനമില്ല, ടെമ്പിളിന്റെ ഡേറ്റ് പോവില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം സ്നാനയാത്ര ദിവസം വളരെ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അനവസര സമയത്ത് ഏകദേശം 10-15 ദിവസം ഉണ്ട് ഭയങ്കര ദുഃഖമായിരുന്നു. കാരണം ഇനി ഭഗവാന്റെ ദർശനം കിട്ടില്ലല്ലോ എന്നുള്ള ആ ദുഃഖം. അപ്പോ ഈ 15 ദിവസം പ്രഭു എന്താണ് ചെയ്തത്? മഹാപ്രഭു പ്രഭു, അപ്പൊ ഈ ദിവസങ്ങളിൽ ഡയറ്റ് എവിടെയായിരിക്കും വെച്ചിരിക്കുക? അത് മാറ്റി വെക്കും, വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും, ടെമ്പിളിലായിരിക്കില്ല. അപ്പൊ ഈ 15 ദിവസം ഭഗവാനെ കാണാൻ പറ്റില്ല ആർക്കും. അപ്പോ ചൈതന്യ മഹാപ്രഭു എന്താണ് ചെയ്തത്? അലർനാഥിലേക്ക് പോവല്ലേ ചെയ്തത്? എവിടേക്ക്? യെസ്, അലർനാഥ്. അവിടെ വിഷ്ണു ടെമ്പിളിൽ അവിടെ പോയിട്ടാണ് ദർശനം എടുത്തിരുന്നത്. ഓക്കെ, എന്താ പറഞ്ഞ? ഒരു ശിലയില് കിടന്നിട്ട് ശില ആകെ ഉരുകിയത്. അതെ അതെ, അവിടെ തന്നെ, ആ ടെമ്പിളിൽ തന്നെ. So after the bathing ceremony of Sri Jagannatha, which takes place just a fortnight before the Rath Yatra ceremony. Fortnight means 15 days, 14 days, Andaicha. Before the Rath Yatra ceremony, the body of the Lord Jagannath deity is repainted and repainted him. And this takes just about a fortnight to complete. This period is called Anavasara. So there are many who visit the temple to see Lord Jagannath regularly every day. And for them, his retirement after the bathing ceremony is unbearable. Sri Chaitanya Mahaprabhu felt Lord Jagannath's absence from the temple very much.
അപ്പോ ഭഗവാന്റെ ദർശനം കാണാൻ അവർക്ക് സഹിക്കാൻ വയ്യാതെയാണ് ആ സമയം അവർ കഴിച്ചു കൂട്ടുക. എന്നെ പോലുള്ളവർക്ക് കണ്ടാലും എന്താ, കണ്ടിട്ടില്ലെങ്കിൽ എന്താ, അല്ലേ? അപ്പൊ ഭഗവാനുള്ള സെപ്പറേഷൻ, ലവ് ഇൻ സെപ്പറേഷൻ, ഇതാണ് അവരെ. അതായത് ഒരു ഭക്തൻ കാണാൻ്റെ ഇപ്പോ ഒരു ഡെയിലി ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ ഒരു ദിവസം പോയിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നും, അല്ലെ? എന്തെങ്കിലും മുടക്കം വന്നാൽ. അതേപോലെ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനും നമ്മൾ പോയാലും കണക്കാണ്, പോയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഒരു അറ്റാച്ച്മെന്റ്, ആ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ആയി കഴിഞ്ഞാൽ ഒരാളെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് ചേർക്കുകയാണ് നമ്മൾ ഭഗവാനോട്. കാരണം വെച്ചാൽ നമുക്ക് ഭഗവാനെ ഭഗവാനായിട്ട് കാണുന്നില്ല, ഒരു വിഗ്രഹ രൂപത്തിൽ, വിഗ്രഹ രൂപത്തിൽ കാണുമ്പോൾ ഒരു ആദാൻ പ്രദാൻ, റെസിപ്രോക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീലിംഗ് വരാത്തത്. റെസിപ്രോക്കേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഫീലിംഗ് വരും. കാരണം നമ്മൾ എപ്പോഴും അത് ഒരു മൂർത്തിയാണ് എന്ന ഭാവത്തിലാണ് കാണുന്നത്. ആ തലത്തിൽ നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ, ഒരു ഭക്തന്റെ തലത്തിലൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ആദാൻ പ്രദാനം ഉണ്ടാവും, അല്ലേ? ഒരു പ്രാവശ്യം ശ്രീല പ്രഭുപാദ ടെമ്പിളിൽ പോയി, അമേരിക്കയിലത്തെ തുടക്കകാലത്ത്. കുറെ കാലം കഴിഞ്ഞിട്ടാണ്, 5-6 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ആ ടെമ്പിളിൽ പോകുന്നത്. ടെമ്പിളിൽ പോയ സമയത്ത് പ്രഭുപാദ നോക്കിയിട്ട് പറഞ്ഞു, ഡേറ്റ് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്, കവളൊക്കെ ഒട്ടിയിട്ടുണ്ട്, എന്താണ് ശരിക്ക് സേവ ചെയ്യുന്നില്ലേ ചോദിച്ചു. അപ്പോ ഡിവോട്ടീസിന് ഭയങ്കര വിഷമം തോന്നിയത് കേട്ടപ്പോ. അതായത് ശരിക്ക് സേവ ചെയ്യാത്തതുകൊണ്ടാണല്ലോ. പ്രഭുപാദയ്ക്ക് ഫീൽ ചെയ്തു. പ്രഭുപാദ ഒരു മൂർത്തിയായിട്ടല്ല കാണുന്നത്. പ്രഭുപാദയ്ക്ക് ഇമ്മീഡിയറ്റ്ലി മനസ്സിലായി ഡേറ്റി വളരെ ക്ഷീണിച്ചിട്ടുണ്ട്, കവളൊക്കെ ഒട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്വേഷിച്ചപ്പോ എന്താണ്, ഇവര് 4:30 മണിക്ക് എഴുന്നേൽപ്പെങ്കിന്റെ ഡേറ്റ് 3:30 മണിക്ക് എഴുന്നേൽപ്പിക്കും. കാരണം അവർ നേരത്തെ എഴുന്നേൽപ്പിച്ചിട്ട് ഈ ഡേറ്റിയെ കറക്കാൻ കൊണ്ടുപോകും ജഗന്നാഥിനെ, നഗരസങ്കീർത്തന്. അപ്പൊ ജഗന്നാഥിന്റെ മൂലവിഗ്രഹത്തിനെ അവര് നഗരസങ്കീർത്തനം കൊണ്ടുപോകും. അപ്പൊ സാധാരണ എഴുന്നേൽപ്പിക്കുന്ന ഡേറ്റ് 4:30 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നത് 1 മണിക്കൂർ ഉറക്കം പോകണം ജഗന്നാഥിന്റെ, അല്ലേ? അപ്പൊ അങ്ങനെ കൂടുതൽ ടയർസമാണ്. അപ്പൊ പ്രഭുപാദ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, കൊല്ലത്തിൽ ഒരിക്കലും മാത്രമാണ് നമ്മൾ ഡേറ്റിയെ മൂലവിഗ്രഹത്തിനെ പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ, ജഗന്നാഥിനെ മാത്രം. അതായത് വേറെ ടെമ്പിളിൽ വരും മൂലവിഗ്രഹത്തിന് എടുക്കില്ല, നിങ്ങളത് ചെയ്യാൻ പാടില്ല. അതാണ് അതിന്റെ കാരണം. അപ്പൊ അവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അവർ വളരെ ഉന്മേഷത്തോടുകൂടിയിട്ട് ഉത്സാഹത്തോടുകൂടി മൂലവിഗ്രഹത്തിനെ നഗരസങ്കീർത്തനം കൊണ്ടുപോയത്. അപ്പൊ ഇതായിരുന്നു പറഞ്ഞു. അപ്പൊ പ്രഭുപാദ അങ്ങനത്തെ ഒരു പ്യൂരിറ്റി ബോഡിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം നിർത്തി. പിന്നെ വേറൊരു ടെമ്പിള് പ്രഭുപാദ അങ്ങനെ പോയിട്ട് പറഞ്ഞു, എന്താ പറയാ, ഡേറ്റ് ടെമ്പിൾ എന്നിട്ട് നമസ്കരിച്ചിട്ട് പ്രഭുപാദ എന്തൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം കുറച്ച് സമയം നിർത്തിയിട്ട് അവിടുന്ന് മറുപടി, അതായത് ഭഗവാന്റെ മറുപടി കേൾക്കുന്നു. അപ്പൊ ഓക്കെ, യെസ് പ്ലീസ്, അങ്ങനെ മറുപടി പറയുന്നു. അപ്പൊ ഭക്തന്മാർക്ക് മനസ്സിലായി, അതായത് പ്രഭുപാദ ഡേറ്റിയോട് സംസാരിക്കുകയാണ്. മനസ്സിലാക്കില്ലേ? അപ്പൊ ഇതൊക്കെ ഒരു ഭക്തന്മാർക്ക്, ആ തലത്തിലുള്ള എത്തിയുള്ള ഭക്തന്മാർക്ക് ആദാൻ പ്രദാനം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് മൂർത്തി അല്ലെങ്കിൽ ഭഗവാൻ സ്വയം, ഇത് രണ്ടിലും വ്യത്യാസമില്ല. പക്ഷെ നമ്മളത് വ്യത്യാസം കാണുന്നു. കാരണം വെച്ചാൽ ആ തലത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല, അതുകൊണ്ടാണ്. സോ അപ്പൊ അനാവശ്യ സമയത്താണ് ഡേറ്റ് റീപെയിന്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ടേക്സ് അബൌട്ട് fortnight to complete. This period is called Anavasara. So there are many who visit the temple to see Lord Jagannatha regularly every day, and for them his retirement after the bathing ceremony is unbearable. Sri Chaitanya Mahaprabhu felt Lord Jagannatha's absence from the temple very much. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് ജഗന്നാഥന്റെ ആ വിരഹം, അതായത് കാണാതിരിക്കുമ്പോഴുള്ള ആ ദുഃഖം സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. ഗോപി ഭാവേ വിരഹേ പ്രഭു വ്യാകുലഹന ആലാനാഥേ ഗേല പ്രഭു സബാരെ ചാടിയ. गोपी भावे विरहे प्रभु व्याकुला हना अलानाते गेला प्रभु सबारे चढ़िया. Due to separation from Lord Jagannath, Sri Chaitanya Mahaprabhu felt the same great anxiety the gopis feel in separation from Krishna. In this condition, he gave up all association and went to Alananatha. അതായത് ജഗന്നാഥ് ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണോ ജഗന്നാഥിന്റെ വിരഹം നോക്കുക, അതായത് ജഗന്നാഥ് പറഞ്ഞ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് പോയതിനു ശേഷം വൃന്ദാവനവാസികളായിട്ടുള്ള ആ ഒരു
ഇത് അസോസിയേഷൻ വിട്ടു അല്ലെ. അപ്പൊ അവരുടെ വിരഹത്തിൽ ഇവിടെ ദുഃഖിക്കുകയായിരുന്നു. രാധാറാണി അവിടെ വൃന്ദാവനിലും ഇവിടെ ദ്വാരകയില് കൃഷ്ണനും. അപ്പൊ സെയിം സിറ്റുവേഷൻ ആണ് വൃന്ദാവനിലും. ഇവിടെ എങ്ങനെ ജഗന്നാഥ് വൃന്ദാവനത്തിന് വേണ്ടിയിട്ട് ആ അസോസിയേഷൻ വൃന്ദാവൻവാസിയായിട്ടുള്ള അസോസിയേഷൻ എങ്ങനെ ദുഃഖിക്കുന്നു, അതേപോലെ അവിടെ വ്രജവാസികളും കൃഷ്ണന്റെ അഭാവത്തില് വിരഹത്തിൽ ദുഃഖിക്കുന്നുണ്ട്. അതാണ് ഡ്യൂ ടു സെപ്പറേഷൻ ഫ്രം ലോർഡ് ജഗന്നാഥ ശ്രീ ചൈതന്യ മഹാപ്രഭു ഫെൽറ്റ് ദ സെയിം ഗ്രേറ്റ് ആങ്സൈറ്റി ദ ഗോപീസ് ഫീൽ ഇൻ സെപ്പറേഷൻ കൃഷ്ണ. എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ആങ്സൈറ്റി വന്നത്? ഗ്രേറ്റ് ആങ്സൈറ്റി ദ ഗോപീസ് ഫീൽ ഇൻ സെപ്പറേഷൻ ഫ്രം കൃഷ്ണ. എന്താണ് കാരണം? ചൈതന്യ മഹാപ്രഭുവിന് ആങ്സൈറ്റി എന്താണ് കാരണം? രാധാറാണി മൂടാണ്. രാധാറാണിയുടെ മൂടാണ് അല്ലെ. ചൈതന്യ മഹാപ്രഭു രാധാറാണിന്റെ മൂഡിലാണ് ഇവിടെ. കൃഷ്ണൻ രാധാറാണിന്റെ മൂഡിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈതന്യ മഹാപ്രഭുവിനും ആ ശ്രീകൃഷ്ണന്റെ വിരഹം അവിടെ അനുഭവപ്പെട്ടു. So separation from Krishna. In this condition, he gave up all association and went to Alanatha. Alanatha temple ki poi. Pache Prabhura Nikata Aila Bhakta Gana Gauda Haite Bhakta Aise Kaila Nivedana. पाचे प्रभुरा निकाता आइला भक्ता गाना गौड़ा हाइते भक्ता ऐसे कैला निवेदना. The devotees who had followed the Lord came into his presence and requested him to return to Puri. They submitted that the devotees from Bengal were coming to Purushottam. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ പോകുന്ന ഡിവോട്ടീസ് ഉണ്ട്, ഭക്തന്മാർ പറഞ്ഞു പുരുഷോത്തമ ക്ഷേത്രത്തിലേക്ക്, അതായത് പുരിയിലേക്ക് ബംഗാളിൽ നിന്ന്, ഗൗഡദേശത്ത് നിന്ന് ഡിവോട്ടീസ് ഭക്തന്മാർ വരുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പുരി ക്ഷേത്രത്തിലേക്ക്, ജഗന്നാഥപുരിയിലേക്ക് മടങ്ങി വരണമെന്ന് അപേക്ഷിച്ചു. സർവഭാമ നീലാചലെ ഐല പ്രഭുലാന പ്രഭു ഐല രാജധാനി കഹിലേന ഗിയ. सार्वभौम नीलाचले आइला प्रभु लाना प्रभु आइला राजधानी कहिले न गया. In this way, Sarvabhauma Bhattacharya brought Lord Chaitanya back to Jagannath Puri. He then went to King Prataprudra and informed him of the Lord's arrival. അങ്ങനെ ഭക്തന്മാരുടെ അപേക്ഷ പ്രകാരം ചൈതന്യ മഹാപ്രഭു തിരിച്ച് പുരിയിലെത്തി. ഈ വിവരം സർവം ഭട്ടാചാര്യ പ്രതാപരുദ്ര മഹാരാജനോടും പറഞ്ഞു. हेनाकाले आइला था गोपीनाथाचार्य राजा के आशीर्वादकारी कहे सुना भट्टाचार्य. हेना काले आइला था गोपीनाथाचार्य राजा के आशीर्वादकारी काहे सुना भट्टाचार्य. At this time, Gopinathacharya came there while Sarvabhauma Bhattacharya was the king with King Prataprudra. Being a Brahmana, he offered his benediction to the king and addressed Sarvabhauma Bhattacharya as follows. ആ സമയത്ത് ഗോപിനാഥാചാര്യ അവിടെ വന്നു. ഓക്കെ, സർവഭൗമ ഭട്ടാചാര്യ കിങ് പ്രതാപരുദ്രനായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്താണ് ഭട്ടാചാര്യ പറയുന്നത്? ഹി ഓഫേർഡ് ഹിസ് ബെനഡിക്ഷൻ ടു കിങ്. ആര്? ഗോപിനാഥാചാര്യ ആൻഡ് അഡ്രസ് സർവഭൗമ ഭട്ടാചാര്യ. അപ്പോൾ രാജാവിന് അനുഗ്രഹം കൊടുക്കാനുള്ള, അതായത് രാജാവ് ഏറ്റവും ഉയർന്ന പദവിയിലാണ് അല്ലെ, അവർക്കും കൂടി അനുഗ്രഹം കൊടുക്കുന്നത് ബ്രാഹ്മണന്മാരാണ്. ഉപദേശം തേടുന്നത് ബ്രാഹ്മണന്മാരിൽ. രാജാവിന്റെ പദവി മുകളിലാണെങ്കിലും, അവരാണ് റൂളർ ആണെങ്കിലും കൂടിയിട്ട് ആരുടെ അഡ്വൈസ് പ്രകാരമാണ്? ബ്രാഹ്മണന്മാരുടെ. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് രാജാവ് നല്ല രീതിയിൽ രാജ്യം ഭരിക്കാൻ സാധിക്കുന്നത്. ഗൗഡ ഹൈത്തെ വൈഷ്ണവ അസിത്തെ ചേന ദൂയിസത മഹാപ്രഭുര ഭക്ത സഭ മഹാഭാഗവത. गौड़ा हाइते वैष्णव ऐसे चेना द्वैसता महाप्रभुरा भक्त सभा महाभागवता. About 200 devotees are coming from Bengal. All of them are greatly advanced and specifically devoted to Sri Chaitanya Mahaprabhu. Okay, ഗോപിനാഥാചാര്യ വന്ന് പറഞ്ഞു, അതായത് ഏകദേശം 200ഓളം ഭക്തന്മാര് ബംഗാളിൽ നിന്ന് വരുന്നുണ്ട്. അവരെല്ലാം വളരെ പണ്ഡിതന്മാരാണ്. അത് മാത്രമല്ല ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികളാണ്, ഫോളോവേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. നരേന്ദ്ര ആസിയ സഭേ ഹൈല വിദ്യമാന തൻ സഭാരേ ചാഹി വാസ പ്രസാദ സമാധാന.
नरेंद्र ऐसा सबे हाइला विद्यात्मान तन सबारा चाहिवा सा प्रसादा समाधान. All of them have already arrived on the bank of Lake Narendra Sarovar. Okay, എവിടെ പുരിയില്. All of them have already arrived on the bank of Lake Narendra and are waiting there. I desire residential quarters and prasadam arrangements for them. അവർ ഏകദേശം 200ഓളം ഭക്തന്മാരെ ഗൗഡദേശത്ത് നിന്ന് വന്നിട്ട് നരേന്ദ്ര സരോവറിന്റെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാണ്. കാരണം അവർക്ക് അക്കോമഡേഷൻ, താമസ സ്ഥലം ഒരുക്കണം. Narendra is a small lake still existing in Jagannath Puri, where the Chandan Yatra festival takes place. Up to the present date, all the Bengali devotees who visit the Jagannath temple first take their bath in this lake. There they wash their hands and feet before entering the temple. അപ്പോൾ ചെറിയൊരു ലേക്കാണ്, ഇപ്പോഴും പുരിയിലുണ്ട്, ആ പേരിൽ തന്നെയാണ്. അപ്പോൾ അവിടെ കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ടാണ് അവരെല്ലാവരും ഡിവോട്ടീസ്, ബംഗാളിൽ നിന്ന് വരുന്ന ഡിവോട്ടീസ് ഇപ്പോഴും ക്ഷേത്രത്തില്, പുരി ക്ഷേത്രത്തില് പ്രവേശിക്കുകയുള്ളൂ. രാജാ കഹേ പാടി ഛാക്കെ ആമി ആജ്ഞാദീപാം വാസ ആദി യേ ചാഹിയേ പാടി ഛാ സാബാദീപാ. राजा का है पादिचा के आमी अज्ञा दीपा वासद आदि ये चाहिए पादिचा सबा दीपा. The king replied, I shall give orders to the attendant in the temple. You will arrange for everyone's residential quarters, prasadam, as you desire. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ അവിടുത്തെ സേവകന്മാരോട് നിർദ്ദേശം കൊടുക്കാം, എല്ലാവർക്കും താമസ സൗകര്യവും പ്രസാദം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. മഹാപ്രഭുര ഗണയത ഐല ഗൗഡ ഹൈത്തെ ഭട്ടാചാര്യ ഏകെ ഏകെ ദേകാഹാമാതെ. महाप्रभुर गानायाता ऐला गौड़ा हैते भट्टाचार्य एके देगाह आमाते. Sarva Bhattacharya, please show me one after another all of Sri Chaitanya Mahaprabhu's devotees who are coming from Bengal. അപ്പോ കിങ് പ്രതാപ് രുദ്ര എന്താണ് പറയുന്നത്, സർവഭൗമ ഭട്ടാചാര്യയുടെ എനിക്ക് എല്ലാവരും കാണിച്ചു തരാൻ, അതായത് ബംഗാളിൽ നിന്ന് വരുന്ന എല്ലാ ഡിവോട്ടീസിയും ഭക്തന്മാരെയും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുന്നത്. ഭട്ട കഹേ അതാലികായ കര ആരോഹണം ഗോപിനാഥ സിനെ സാബാരെ കരാബേ ദർശന. भट्टा का है आदि लकाया कार आरोहणा गोपीनाथ सिने सपारे कारेबा दर्शना. Sarvabhauma Bhattacharya requested the king, go up on the roof of the palace. Gopinath Acharya knows every one of the devotees. He will definitely he will identify them for you. Bhattacharya പറഞ്ഞു ടെറസിലേക്ക് പോവാൻ, റൂഫ് ഓഫ് ദ പാലസ്, അതായത് കൊട്ടാരത്തിന്റെ റൂഫ് ടോപ്പിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് എല്ലാവരെയും കാണാൻ പറ്റും. അപ്പൊ ഗോപിനാഥ് ആചാര്യ ഓരോരുത്തരെയും അറിയും പേഴ്സണലായിട്ട്, അവരെ ഐഡന്റിഫൈ ചെയ്ത് ഇൻട്രൊഡ്യൂസ് തരും എന്ന് പറയും. ആമി കാഹോ നാഹി സിനി സിനി തേ മനാഹയാം ഗോപിനാഥാചാര്യ സബാരെ കാരേബേ പരിചയ. आमिका होना ही सिनी ते महाहाया गोपीनाथ आचार्य सबार कारेबे परिचया. Actually, I do not know any of them, although I have a desire to know them. Since Gopinath Acharya knows them all, he will give you their names. അപ്പോൾ ഭട്ടാചാര്യ പറയുന്നത് എനിക്ക് അവരെ അറിയില്ല, ഗോപിനാഥ ആചാര്യനെ എല്ലാവർക്കും അറിയാം. അപ്പൊ അവരുടെ പേരെല്ലാം പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്തിട്ട് പരിചയപ്പെടുത്തി തരും. ഏതാ ബാലി തീന ജന അത്താലികായ ചാടിലാം ഏന കാലേ വൈഷ്ണവ സഭ നിക്കട്ടെ ആയില. एता बाली तीना जाना अतिला कय छाडीला हेना काले वैष्णव सभा निकाते आइला. After Sarvabhauma said this, he went up to the top of the palace with the king and Gopinatha Acharya. At this time, all the Vaishnava devotees from Bengal drew closer to the palace. ആ സമയത്ത് ഒരു 3 പേരും കൂടി ടെറസിൽ പോയി. ആ സമയത്ത് എല്ലാ ഡിവോട്ടീസും അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു പാലസിന്റെ. ദാമോദര സ്വരൂപ ഗോവിന്ദ ദ്വിജന മാലപ്രസാദ ലാനായ യാഹാൻ വൈഷ്ണവ ഗണ. दामोदर स्वरूप गोविंदा दुई जाना माला प्रसाद लानाया याहान वैष्णव गाना. Swarup Damodar and Govinda, taking the flower garlands, prasadam of Lord Jagannath, proceeded to where all the Vaishnavas were standing. അപ്പോ അവരെല്ലാം കൊട്ടാരത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ സ്വരൂപ് ദാമോദർ ഗോസ്വാമിയും ഗോവിന്ദ
അവരുടെ പേഴ്സണൽ അസിസ്റ്റൻസ് ആണ്, സെക്രട്ടറി ആൻഡ് പേഴ്സണൽ അസിസ്റ്റന്റ്. എല്ലാവർക്കും ഉള്ള ഫ്ലവർ ഗാർഡൻസും പ്രസാദും കൂടിയിട്ട് അവരുടെ അടുത്തേക്ക് പോയി. പ്രഥമേത്തെ മഹാപ്രഭു പട്ടേല ദുൻഹാരെ രാജ കഹെ ഏ ദുയി കോൺ ചിനാഹ ആമാരെ. प्रथमे ते महाप्रभु पतिला दुन्हारे राजा काहे ए दुई कौन चिन्हा अमारे. Lord Sri Chaitanya Mahaprabhu first sent those two persons in advance. The king inquired, who are these two? Please let me know their identities. ഇവർ രണ്ടുപേരും ആരാണെന്ന് ആര് ചോദിക്കുന്നു? രാജാവ് ചോദിക്കുന്നു. ഭട്ടാചാര്യ കഹേ സ്വരൂപ ദാമോദര മഹാപ്രഭുര ഹയ ഇൻഹ ദ്വിതീയ കലേവര. भट्टाचार्य काहे ए स्वरूपा दामोदरा महाप्रभुर अया इन्हा द्वितीय कलेवरा. രണ്ടാമത്തെ ശരീരമാണ് മഹാപ്രഭുവിന്റെ. ആരെ? സ്വരൂപ് ദാമോദർ എന്ന് പറയാണ് അല്ലെ. ശ്രീ ശ്രവണ ഭട്ടാചാര്യ replied, here is Swarup Damodar, who is practically the second expansion of the body of Sri Chaitanya Mahaprabhu. അപ്പൊ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാജാവിന്. അതായത് രണ്ടാമത്തെ, അതായത് മഹാപ്രഭു എന്ന് വ്യത്യാസമില്ല എന്ന് അറിയിക്കുകയാണ്. അത്രയും അടുപ്പം, അത്രയും ക്ലോസ് ആണ്. അതാണ് ഇത് സെക്കൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ബോഡി ഓഫ് ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത്. ദ്വിതീയ ഗോവിന്ദ ഭൃത്യ ഇഹാൻ ദോൻഹാദിയ മാല മാല പഠാന ചേന പ്രഭു ഗൗരവ കരിയ. द्वितीय गोविंद भृत्या इंदोना दिया माला पतंचना प्रभु गौरव करिया. The second person is Govinda, Lord Chaitanya's personal servant. The Lord has sent garlands and remnants of Lord Jagannath's food with these two persons simply to honor the devotees from Bengal. അപ്പൊ അടുത്ത കൂടുതലുള്ള ആള് ഗോവിന്ദ ചൈതന്യ മഹാപ്രഭുവിന്റെ പേഴ്സണൽ സെർവന്റ് ആണ്. അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു പൂമാലകളും ജഗന്നാഥിന്റെ പ്രസാദം എല്ലാം ഇവരുടെ അടുത്തേക്ക് കൊടുന്നേക്കാണ്, അവരെ റിസീവ് ചെയ്യാൻ വേണ്ടി, ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദോമാല അദ്വൈതേര സ്വരൂപ പറയില പാച്ചെ ഗോവിന്ദ ദ്വിതീയ മാല അനിതാൻ രേദില. अदोमाला अद्वैतरा स्वरूपा परेला पाचा गोविंद द्वितीय माला आनी तंड्रे ऐला. At the beginning, Swarup Damodar came forward and garlanded Advaita Acharya. Govinda next came and offered a second garland to Advaita Acharya. ആദ്യം Swarup Damodar Goswami Advaita Acharya garland ഇട്ടു. അതിനുശേഷം ഗോവിന്ദ അദ്വൈത ആചാര്യന് ഗാർലൻഡ് ഇട്ടു. താപേ ഗോവിന്ദ ദണ്ഡവത് കൈല ആചാര്യരെ താൻരെ നാഹി സീനെ ആചാര്യ പൂച്ചില ദാമോദരെ. ताबी गोविंदा दंडवत कैला आचार्य तंड्रा नाही सीने आचार्य पुछिला दामोदरे. When Govinda offered his obeisances by falling down flat before Advaita Acharya asked Swarup Damodar about his identity, for he did not know Govinda at that time. അദ്വൈത ആചാര്യക്ക് മാറിയിട്ട് ശേഷം ഗോവിന്ദ അവിടെ ദണ്ഡവത് പ്രണാം ചെയ്തു. അപ്പോൾ അദ്വൈത ആചാര്യ സ്വരൂപ് ദാമോദർ ഗോസ്വാമിയോട് ചോദിച്ചു, ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല ആരാണ് ഗോവിന്ദ എന്നുള്ളത്. ദാമോദര കഹേ ഇഹാര ഗോവിന്ദ നാമ ഈശ്വരപുരീര സേവക അതിഗുണവാൻ. दामोदर कहे इहा गोविंदर नामा ईश्वरपुरीर सेवक अति गुणवा. Swarup Damodar informed him Govinda was a servant of Ishwarapuri. He is very highly qualified. അപ്പോൾ ഗോവിന്ദനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഈശ്വരപുരി മഹാരാജന്റെ ശിഷ്യനാണ്, ഹൈലി ക്വാളിഫൈഡും ആണ്, നല്ല വിദ്യയുള്ള ആളാണ്. പ്രഭുര സേവാകാരിത്തെ പുരി ആജ്ഞാദിലാം അതേവ പ്രഭു ഇൻഹാക്കെ നികटे രാഖില. प्रभुरा सेवा करीते पूरी अंचना दिला अत्वया प्रभु इन्हा के निकाते राखिला. Ishwarapuri ordered Govinda to serve Sri Chaitanya Mahaprabhu. Thus the Lord keeps him by his side. അപ്പോൾ ഈശ്വരപുരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗോവിന്ദ അവിടെ വന്നത് ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നമ്മുടെ വിശിഷ്ട വ്യക്തികളും വരിഷ്ഠ ഭക്തന്മാരൊക്കെ വരുമ്പോൾ എങ്ങനെ നമ്മൾ സ്വീകരിക്കണം അവരെ എന്നുള്ള ഒരു പാഠം കൂടി നമ്മൾ ഇതിൽ പഠിപ്പിക്കുകയാണ്. അവരെ റിസീവ് ചെയ്യേണ്ടത്, അവരെങ്ങനെ അവർക്ക് വേണ്ടുന്ന അക്കോമഡേഷൻ, പ്രസാദം, അതിൻ്റെ വ്യവസ്ഥകളെല്ലാം ഒരുക്കി കൊടുക്കുക, വരുന്ന സമയത്ത് അവരെ മാലയിട്ട് സ്വീകരിക്കുക, അവരെ ഗ്ലോറിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ഭക്തന്മാർ, വരിഷ്ഠ ഭക്തന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ ഒരു പാതയിലൂടെ
നമ്മളെല്ലാവരും വരിഷ്ഠഭക്തന്മാർ വരുമ്പോൾ അവരെ മാലയിട്ട് സ്വീകരിക്കുന്നു. ചില സമയത്ത് ആചാര്യന്മാരും മാരജന്മാർ അവരെ ആരതി ഒഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു. അവർക്ക് വേണ്ടുന്ന പ്രസാദം അക്കോമഡേഷനൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അവരുടെ അതായത് അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മളും സാധാരണ ചെയ്തു വരുന്നത്. ഇതെല്ലാം ചൈതന്യ മഹാപ്രഭുവും ഈ വരിഷ്ഠ ഭക്തന്മാരും എന്താണോ ചെയ്തു വന്നിരുന്നത് അതേ പാതയാണ് നമ്മളെല്ലാവരും പിന്തുടരണം തീർച്ചയായിട്ടും. അതാണ് നമ്മുടെ കൾച്ചർ. രാജാ കഹേ ആൻഡ്രേ മാല ദില ദുയിജന ആശ്ചര്യ തേജ ബട മഹാന്ത കഹ കോൺ ജന. राजा काहे यान रामाला दिला दुई जना आश्चर्य तेजा बड़ा महांता कहा कौन जना. The king inquired, to whom did Swarup Damodar and Govinda offer the two garlands? His bodily effulgence is so great that he must be a very great devotee. Please let me know who is. അപ്പോൾ രാജാവിന് വളരെ ആകാംക്ഷ, ഇതാരാണ് ഈ ഇദ്ദേഹം, ആരെയാണോ മാലയിട്ടത് അദ്ദേഹത്തിന്റെ കാര്യം ചോദിക്കുന്നത്. അത് അദ്വൈതാചാര്യൻ, വളരെ എഫുൾജന്റ്, വളരെ തീർച്ചയായിട്ടും നല്ലൊരു വരിഷ്ഠ ഭക്തനായിരിക്കും അദ്ദേഹം. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സർവം ഭട്ടാചാര്യരോട് പറയാണ് രാജാവ്. ആചാര്യ കഹേ ഇൻഹാര നാമ അദ്വൈതാചാര്യ മഹാപ്രഭുര മാന്യപാത്ര സർവ ശിരോധാര്യ. आचार्य कहे इन्हारा नाम द्वैताचार्य महाप्रभुरा मान्य पत्र सर्वासिरोधार्य. Gopinath Acharya replied, his name is Advaita Acharya. He is honored even by Sri Chaitanya Mahaprabhu and is therefore the topmost devotee. അദ്ദേഹത്തിന്റെ പേര് അദ്വൈത ആചാര്യനാണ്. ഈവൻ ചൈതന്യ മഹാപ്രഭു അദ്ദേഹനെ വളരെ ഓവൻ റെഫറൻസ് ആദരവോടുകൂടി കാണുന്നത് അദ്ദേഹം വരിഷ്ഠ ഭക്തനാണെന്ന് പറയുന്നു. ശ്രീവാസ പണ്ഡിത ഇൻഹ പണ്ഡിത ഭക്രേശ്വര വിദ്യാനിധി ആചാര്യ ഇൻഹ പണ്ഡിത ഗദാധര. श्रीवास पंडित इन्हा पंडित वक्रेश्वर विद्यानिधि आचार्य इन्हा पंडित गदा. അതിനുശേഷം മറ്റുള്ള ഭക്തന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഹിയർ ആർ ശ്രീവാസ പണ്ഡിത, വക്രേശ്വര പണ്ഡിത, വിദ്യാനിധി ആചാര്യ ആൻഡ് ഗദാധര പണ്ഡിത. ഇവരെല്ലാം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ശ്രീവാസ പണ്ഡിത, വക്രേശ്വര പണ്ഡിത, വിദ്യാനിധി ആചാര്യ ആൻഡ് ഗദാധര പണ്ഡിത. ആചാര്യ രത്ന ഇൻഹ പണ്ഡിത പുരന്ദര ഗംഗാദാസ പണ്ഡിത ഇൻഹ പണ്ഡിത ശങ്കര. आचार्यरत्न इन्हा पंडिता पुरंदरा गंगादासा पंडिता इन्हा पंडिता शंकरा. Here are Acharya Ratna, Purandara Pandita, Gangadasa Pandita and Shankara Pandita. അപ്പോൾ ഇവരെല്ലാം പരിചയപ്പെടുത്തി. ആചാര്യ രത്ന, പുരന്ദര പണ്ഡിത, ഗംഗാദാസ പണ്ഡിത ആൻഡ് ശങ്കര. പണ്ഡിത് അന്ന് ഒരു സർനെയിം മാത്രമായിരുന്നില്ല. സർനെയിം ഇന്നും ആൾക്കാർക്ക് പണ്ഡിതൻ, പക്ഷെ അത് പണ്ഡിതല്ല. ത്രിവേദി, ചതുർവേദി ഒക്കെ എപ്പോഴും സർനെയിമുണ്ട്. പക്ഷെ ത്രിവേദി പറഞ്ഞാൽ 3 വേദങ്ങളിലും നിപുണമായിട്ടുള്ള ആൾക്കാരെ, ചതുർവേദി പറഞ്ഞാൽ 4 വേദങ്ങളിലും, പണ്ഡിത പറഞ്ഞാൽ ഈ സ്കോളേഴ്സ് എല്ലാ വേദങ്ങളിലും എല്ലാം പണ്ഡിതം. പക്ഷെ ഇന്ന് പേര് മാത്രമായിട്ട് നിന്നു അല്ലെ. അന്നത്തെ കാലത്ത് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ തന്നെയാണ്, അവർക്കെല്ലാം അറിവുണ്ടായിരുന്നു. വെറും പേര്, ആ പേരിന് ശേഷം പണ്ഡിതൻ എന്നുള്ളത് അവരുടെ ആ ജ്ഞാനത്തിന് എന്താണോ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അവർക്കുണ്ടായിരുന്നു. ഇവരെല്ലാം ശരിക്കും സ്കോളേഴ്സാണ്, പണ്ഡിതന്മാരാണ്. വെറും ടൈറ്റിൽ മാത്രമല്ല. ഇന്നത്തെ കാലത്ത് ടൈറ്റിൽ മാത്രമായി മാറി. എ മുരാരി ഗുപ്ത ഇൻഹ പണ്ഡിത നാരായണ, ഹരിദാസ ഠാക്കൂര ഇൻഹ ഭുവന പാവന. ए मुरारा गुप्ता इन्हा पंडिता नारायण हरिदास ठाकुर इन्हा भुवना पावना. There are Murari Gupta, Pandita Narayana and Haridas Thakur, the deliverer of the whole universe. Okay. Bhuvana Pavana, deliverer of the whole universe. ഈ ഭൂതലത്തിനെ മുഴുവനെ ഉദ്ധരിക്കാൻ പറ്റുന്ന ആൾക്കാരാണൊക്കെ. അതിൽ സ്പെസിഫിക്കലി ആരാണ് പറയുന്നത്? ഹരിദാസ് ഠാക്കൂർ. എന്തുകൊണ്ടാണ് ഹരിദാസ് ഠാക്കൂറിനെ അങ്ങനെ പറയുന്നത് ഭുവന പാവന? കാരണം എന്താണ്? അദ്ദേഹം നാമാചാര്യനാണ്. പിന്നെ നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ കലികാലത്തില് നമ്മളെ ഉദ്ധരിക്കാൻ എന്താണ് വേണ്ടത്? നാമസങ്കീർത്തനം, ഹരിനാമം, അത് പ്രദാനം ചെയ്ത അതിന്റെ ആചാര്യനാണ്. ചൈതന്യ മഹാപ്രഭു സ്വയം അദ്ദേഹത്തിന് ആ ടൈറ്റിൽ കൊടുത്തു, നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ. അപ്പൊ ആ നാമം കൊണ്ട് നമ്മൾക്ക് ഈ ഭൂതലത്തിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ഒരു
ഡെലിവറൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദ ഡെലിവറർ ഓഫ് ദ ഹോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. യേ ഹരിഭട്ട, യേ ശ്രീ നരസിംഹാനന്ദ, യേ വാസുദേവ ദത്ത, യേ ശിവാനന്ദ. हे हरिभट्ट, हे श्री नरसिंहानंद, हे वासुदेव दत्ता, हे शिवानंद. Here is Haribhatta and there is Narasimhananda. Here are Vasudeva Datta and Shivananda Sena. Govinda Madhava Gosha, Vasu Gosha, Tina Bhaira Kirtane, Prabhupayena Santosha. गोविंद माधव घोष, हे वासु घोष, तिना भैर कीर्तन, प्रभुपायेन संतोष. മൂന്ന് ബ്രദേഴ്സിന്റെ കാര്യം പറയുന്നത്, ഗോവിന്ദ ഘോഷ്, മാധവ് ഘോഷ് ആൻഡ് വാസു ഘോഷ്. Here also are Govinda Ghosha, Madhava Ghosha and Vasudeva Ghosh. They are three brothers and their Sankirtana congregate chanting pleases the Lord very much. മൂന്ന് ബ്രദേഴ്സിന് വളരെ എക്സ്പെർട്ട് ആണ് അവരുടെ കോൺഗ്രിഗേഷൻ ചാൻഡിങ്ങൾ. അത് ചൈതന്യ മഹാപ്രഭു വളരെ വളരെ സന്തോഷം പകരുന്നതാണ് എന്ന് പറയുന്നത്. ഗോവിന്ദ ഘോഷ belong to the Kayastha dynasty of the Uttara Radhiya section and he was known as Ghosha Thakura. Even to the present day, there is a place named Agradyuba near Katwa. Katwa എന്താണ് ആ സ്ഥലത്തിന്റെ ഒരു പ്രാധാന്യം? കട്വ എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നു. ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ച സ്ഥലം. പിന്നെ അദ്ദേഹത്തിന്റെ ശിരോമുണ്ടനം ചെയ്ത് ശിരസ്സുമുണ്ടനം ചെയ്തു. Okay, where a fair takes place and is named after Ghosha Thakura. As far as Vasudeva Ghosha is concerned, he composed many nice songs about Lord Sri Chaitanya Mahaprabhu, and these are all authorized Vaishnava songs, like the songs of Narottam Das Thakur, Bhakti Vinod Thakur, Lojan Das Thakur, Govinda Das Thakur, and other great Vaishnavas. അപ്പോ ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? വാസുദേവ ഘോഷ് അല്ലെ, ഒരുപാട് വൈഷ്ണവ സോങ്സ് രചിച്ചിട്ടുള്ള ആരെ പോലെ നരോത്തം ദാസ് ഠാക്കൂർ, ഭക്തി വിനോദ് ഠാക്കൂർ, ലോചന ദാസ് ഠാക്കൂർ ആൻഡ് ഗോവിന്ദദാസ്. ഇതെല്ലാം ഗ്രേറ്റ് വൈഷ്ണവ ഡിവോട്ടീസ് ആണ്. രാഘവ പണ്ഡിത ഇൻഹാചാര്യ നന്ദന, ശ്രീമാൻ പണ്ഡിത എ ശ്രീകാന്ത നാരായണ. राघव पंडित इन्हा आचार्य नंदन, श्रीमान पंडित ए श्रीकांत नारायण. Here is Raghav Pandita, here is Nandana Acharya, there is Sriman Pandita, and here is Srikanta and Narayana. ആരാണ് രാഘവ പണ്ഡിതന്റെ സ്പെഷ്യാലിറ്റി? എന്താണ്? പാനിയാട്ടി ലീലയില് വരുന്നുണ്ട് രാഘവ പണ്ഡിത്. ഓർമ്മയില്ല? നല്ല ബെസ്റ്റ് കുക്കാണ്. ചൈതന്യ മഹാപ്രഭുവിനെ പാനിയാട്ടി ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് വൈകുന്നേരം രാഘവ പണ്ഡിതന്റെ വീട്ടിൽ പോയിട്ടാണ് പ്രസാദം കഴിക്കുന്നത്. വളരെ ബെസ്റ്റ് കുക്ക, ഏറ്റവും ഇഷ്ടമാണ്. ചൈതന്യ മഹാപ്രഭു 4 സ്ഥലത്ത് എപ്പോഴും പ്രസന്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എവിടേക്കാണത്? എവിടെയാണെങ്കിലും ശരി 4 സ്ഥലത്ത് പ്രസന്റ് ആയിരിക്കും. ഫിസിക്കലി എവിടെയാണെങ്കിലും ശരി. അവർക്ക് കാണില്ല, കാണേണ്ടവർക്ക് മാത്രമേ കാണുള്ളൂ. പാനിഹട്ടി നടക്കുന്ന സ്ഥലത്ത് അല്ലല്ല, പാനിഹട്ടി നടക്കുന്ന സ്ഥലത്തല്ല, ജഗന്നാഥപുരിയിലോ? ഓർമ്മയില്ല പ്രഭു. കീർത്തനം എവിടെ? കീർത്തനം ശ്രീവാസ് പണ്ഡിറ്റ് അവിടെ ഇല്ല. ശ്രീവാസാങ്കൻ, യെസ്. അതായത് സച്ചിമാത എപ്പോ ഭോഗം ഓഫർ ചെയ്യുന്നു, ചൈതന്യ മഹാപ്രഭു അവിടെ ചെന്ന് പ്രസാദം ആ ഭോഗ ഓണർ ചെയ്യും. എന്നിട്ട് അപ്പൊ അത് സച്ചിമാതയ്ക്ക് അറിയില്ല. അന്ന് ആരാണ്? കൃഷ്ണദാസ് അല്ലെ, കാലകൃഷ്ണദാസ് ചൗദ്യ ടൂറിന് പോയില്ലേ, പറഞ്ഞു വെച്ചില്ലേ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വന്നു
അമ്മോട് ദാമോദര പണ്ഡിതനോടാ പറഞ്ഞത്. അവിടെ ചെന്ന് പറയണം, എപ്പോഴൊക്കെ അമ്മ ഭോഗ ഓഫറിന് അപ്പൊക്കെ ഞാൻ അവിടെ വന്ന് കഴിക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. ദാമോദര പണ്ഡിതനോട് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് റീകളക്ട് ചെയ്യണത്. ചില സമയത്ത് പ്രസാദം കഴിച്ച പോലെ പ്ലേറ്റിൽ ബാക്കി അങ്ങനെ ഉണ്ടായിരിക്കും. ചൈതന്യ മഹാപ്രഭു സ്വയം വന്ന് കഴിക്കുകയാണ്. അതേപോലെ രാഘവ പണ്ഡിറ്റ് എപ്പോ പ്രസാദം ഉണ്ടാക്കുന്ന അവിടെ ഉണ്ടായിരിക്കും. പിന്നെ നിത്യാനന്ദ പ്രഭു ഡാൻസ് ചെയ്യുമ്പോൾ ഓക്കെ, അങ്ങനെ വേറൊരു സ്ഥലത്തും കൂടി എനിക്ക് ഓർമ്മയില്ല. 4 സ്ഥലത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. ശ്രീവാസാങ്കരനിലാണ് തോന്നുന്നു. എന്തായാലും ഈ 4 സ്ഥലത്തെ ചൈതന്യ മഹാപ്രഭു എവിടെയായിരുന്നു ശരി ആ സമയത്ത് അവിടെ ഉണ്ടാവും. അപ്പൊ ഇത് രാഘവ പണ്ഡിറ്റ് വളരെ ഫേമസ് ആണ്, നല്ലൊരു ഭഗവാന്റെ ഭക്തനാണ്. അതായത് ഭഗവാന് ഭോഗ ഓഫർ ചെയ്യാൻ അത്രയും എക്സ്പേർട്ടാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, അതാണ് രാഘവ പണ്ഡിറ്റ്. നരോത്തം ദാസ് ഠാക്കൂർ ഓണറിംഗ് ദ പേഴ്സൺ അസോസിയേറ്റ് ഓഫ് ലോർഡ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഹാസ് സങ് ആസ് ഫോളോസ്. പ്രാർത്ഥനയില് ഗൗരാംഗേര സംഗീഗണേ നിത്യ സിദ്ധ കരീമാനെ സേയ വ്രജേന്ദ്ര സുതപാസ. One who is intelligent understand that all the person associates and devotees of Lord Sri Chaitanya Mahaprabhu are ever liberated. This means that because they are always engaged in the devout service of the Lord, they do not belong to this material world. Nitya Siddha. One who is engaged in the Lord's devout service 24 hours daily and never forgets the Lord is called Nitya Siddha. Srila Rupa Goswami confirms this statement. Iha yasya haredasye karmana manasagira nikhalasu api avastasu jivan mukta sa uchyate. A person acting in the service of Krishna with body, mind, intelligence and words is a liberated person even within this material world, although he may be engaged in many so-called material activities. Bhakti Rasamrita Sindhu. Okay. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ 24 മണിക്കൂറും ഭഗവാന്റെ സേവനത്തിൽ അർപ്പിച്ചിരിക്കുന്നത് അവര് ഈ മെറ്റീരിയൽ വേൾഡിലാണ്, ഈ ഭൗതിക ലോകത്താണെങ്കിലും അവർ ആൾറെഡി ലിബറേറ്റഡ് ആണ് എന്ന് രൂപ ഗോസ്വാമി ഭക്തി രസാമൃത സിന്ധൂർ പറയുന്നു. A devotee is always thinking of how better to serve Lord Krishna, Supreme Personality of Godhead, and how to broadcast his name, fame, qualities throughout the world. ഒരു ഭക്തന് ഒരേ ഒരു വിചാരമുള്ളൂ, എങ്ങനെ ഭഗവാനെ നന്നായിട്ട് സേവിക്കാൻ പറ്റും, എങ്ങനെ ഭഗവാന്റെ സ്തുതി കീർത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും, ഈ ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ. One who is Nitya Siddha has no business other than broadcasting the glories of the Lord all over the world according to his ability. അല്ലെ, ഭഗവത്ഗീതയിലെ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നു, ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ്? 18ാമത്തെ അധ്യായത്തില് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണെന്ന് എന്താ പറയണ? ഭഗവാനെ കുറിച്ച് പറയുന്നവര്. ഭഗവാനെ പറ്റി കീർത്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ, അതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത്. അതാണ് എല്ലാ ഭക്തന്മാരും ചെയ്യുന്നത്, ഭഗവാന്റെ ഗ്ലോറി സ്തുതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി. അതും കൂടിയുണ്ട്. So people are already associates of Lord Chaitanya Mahaprabhu. Therefore, Narottam Das Thakur says, Nitya Siddha Kari Mane. One should not think that because his Sri Chaitanya Mahaprabhu was personally present 500 years ago, only his devotees were liberated. Rather, Srila Narottam Das Thakur says that anyone is a Nitya Siddha if he acts on behalf of Sri Chaitanya Mahaprabhu by spreading the glories of the holy name of the Lord. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്തുണ്ടായിരുന്ന ഭക്തന്മാർ മാത്രമല്ല ഉദ്ധരിക്കപ്പെടുന്നത്, ആരെല്ലാമാണോ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഉപദേശത്തെ നിർദ്ദേശത്തെ ഫോളോ ചെയ്ത് അവര് 24 മണിക്കൂറും ഭഗവാന്റെ സേവയിൽ ഏർപ്പെടുന്ന അവരെല്ലാവരും നിത്യസിദ്ധന്മാരാണെന്ന് പറയും. So we should respect those devotees preaching the glories of the Lord as Nitya Siddha and should not consider them conditioned. അവരെ നമ്മളെ പോലുള്ള നിത്യബദ്ധന്മാരുടെ ആ കാറ്റഗറിയിൽ കൂട്ടാൻ പാടില്ല. മാം ചയോ അവ്യഭിചാരേണ ഭക്തി യോഗേന സേവതേ സഗുണാൻ സമിതിത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. 1426 പറയുന്നത് എന്താണ്? One who has transcended the material modes of nature
is said to be on the Brahman platform. ബ്രഹ്മഭൂത പ്രസന്നാത്മ അല്ലേ? അപ്പോ 3 ഗുണത്തിന്റെയും അതീതമായിട്ടുള്ള തലത്തിലേക്കുള്ള നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു ഭക്തൻ ബ്രഹ്മൻ പ്ലാറ്റ്ഫോമിലാണ്, ലിബറേറ്റഡ് പ്ലാറ്റ്ഫോമിലാണ്. That's also the platform of Nityasiddha. The Nityasiddha not only stays on the Brahman platform, but also works on that platform. Simply by accepting the associates of Lord Chaitanya Mahaprabhu as Nityasiddha, one can very easily go back home, back to Godhead. എന്നാണ് പറയുന്നത്. 90. Suklambara dekha ye Sridhara Vijaya, Vallabha Sena ye Purushottama Sanjaya. शुक्लांबरा देखा ये श्रीधर विजया वल्लभ सेना ये पुरुषोत्तम संजया. हरे कृष्ण. ഗോപിനാഥ് ആചാര്യ കണ്ടിന്യൂ ടു പോയിന്റ് ഔട്ട് ദ ഡിവോട്ടീസ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നാണ് ഇനി പറയണത്, ഹിയർ ഇസ് ശുക്ലാംബര, സി ദർ ഇസ് ശ്രീധര, ഹിയർ ഇസ് വിജയ, ആൻഡ് ദർ ഇസ് വല്ലഭസേന, ഹിയർ ഇസ് പുരുഷോത്തമ, ആൻഡ് ദർ ഇസ് സഞ്ജയ. ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് അവരെ പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കുലീന ഗ്രാമവാസി എ സത്യരാജ കാന, രാമാനന്ദ ആദി സർവേ ദേഖ വിദ്യമാന. कुलीना ग्रामवासी ये सत्य राजा काना, रामानंद आदि सबे देखा विद्यमाना. And here are all the residents of Kulina Grama, such as Satyaraja Khan and Ramananda. Indeed, all of them are present here. Please see. Kulina Gramathinte speciality എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയിരുന്നുണ്ടോ? എന്താണ് കുലീന ഗ്രാമം? അവിടുത്തെ ഡിവോട്ടീസും റെസിഡൻസും വന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഇല്ല. മംഗള മാതാജി നിത്യാനന്ദ പ്രഭുവിന്റെ സ്ഥലമാണ് പ്രഭുജി. അല്ലല്ല, അത് ഏകചക്ര. അറിയില്ല. ഓക്കെ. കുലീന ഗ്രാമത്തിലത്തെ റെസിഡൻസ് ആദ്യത്തെ വർഷം രഥയാത്രയ്ക്ക് വന്നു. ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിച്ചു, എല്ലാവരും കൂടിയിട്ട്, ആരാണ് ഒരു ഭക്തൻ? ഒരു ചോദ്യം ചോദിച്ചു അല്ലേ? അപ്പൊ ചൈതന്യ മഹാപ്രഭു മറുപടി പറഞ്ഞു, ആരാണ് കൃഷ്ണ എന്ന് ഒരു പ്രാവശ്യം പറയുന്നത്, ഫേവറബിളി അദ്ദേഹം ഒരു ഭക്തനാണ്, ഒരു വൈഷ്ണവനാണ്. അടുത്ത കൊല്ലം വീണ്ടും വന്ന് അവർ ചോദിച്ചു ചൈതന്യ മഹാപ്രഭുവിന്, ആരാണ് ഒരു ഭക്തൻ? അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ആരാണോ സദാ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അദ്ദേഹമാണ് ഒരു ഭക്തൻ. മൂന്നാമത്തെ തവണ വന്നു, അവർ വീണ്ടും ചോദിച്ചു, ആരാണ് ഒരു ഭക്തൻ? അപ്പൊ ചൈതന്യ പറഞ്ഞു, ആരെ കണ്ടാലാണോ ഒരാള് ഒരു ഭക്തനായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നത്, അവരാണ് ഒരു ഭക്തൻ എന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് അവർക്ക് പറഞ്ഞു കൊടുത്തത് അല്ലേ? ആര് ഹരേ കൃഷ്ണ പറയുന്നു, കൃഷ്ണ എന്ന് പേര് പറയുന്നു, അവർ ഭക്തൻ. പിന്നത്തെ പ്രാവശ്യം ആരാണോ സദാ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, അത് ഭക്തൻ. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞത്, ആരെ കണ്ടാലാണോ ഒരാള് ഭക്തനായിട്ട് പരിവർത്തനം പെടുന്നത്, അദ്ദേഹമാണ് ശരിക്കുള്ള ഭക്തൻ. അപ്പൊ ആ സ്റ്റേജ് മനസ്സിലാക്കിയോ? അതാണ് കുലീന ഗ്രാമത്തിലെ വാസികള്, റെസിഡൻസ് ചൈതന്യ മഹാപ്രഭുയോട് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തത്. അപ്പോ ജസ്റ്റ് ഹരേ കൃഷ്ണ പറയുന്ന ഒരാളെയും കൂടി നമ്മൾ മാനിക്കണം എന്നർത്ഥം. അവര് ചിലപ്പോ ഒരു ശുദ്ധ ഭക്തനായിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ അവർ മാനിക്കണം, അവരും ഭക്തനായിട്ട് കാണണം എന്നാണ് പറയുന്നത് ചുരുക്കത്തില്. സോ വാട്ട് ടു സ്പീക്ക് ഓഫ് ദോസ് ഹു ഇസ് ആൾറെഡി ഓൺ ദ പ്യുവർ പ്ലാറ്റ്ഫോം. മുകുന്ദദാസ നരഹരി ശ്രീ രഘുനന്ദന ഖണ്ഡവാസി ചിരഞ്ജീവ അരസുലോചന. मुकुंदा दासा नर हरि श्री रघुनंदना, कंदावासी चिरंजीव दर सुलोचना. Here are Mukundadasa, Narahari, Sri Raghunandana, Chiranjeeva and Sulochana, all residents of Khanda. Okay. രഘുനന്ദൻ എനിക്ക് തോന്നുന്നത് രഘുനന്ദന പണ്ടൊരു ഡിവോട്ടി ഉണ്ടായിരുന്നു. അപ്പൊ രഘുനന്ദനയും അച്ഛനാണ് മുകുന്ദദാസ. അപ്പോ ഈ സ്റ്റോറി അറിയോ?
അതായത് മുകുന്ദദാസ അച്ഛൻ എപ്പോഴും ഭഗവത് സേവനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നു. പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ ഭഗവാന്റെ പൂജാവിധികളും പൂജാകർമ്മങ്ങളും ആര് ചെയ്യും? അപ്പൊ രഘുനന്ദൻ ചെറിയൊരു കുട്ടിയാണ്. അപ്പൊ ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ? അപ്പൊ രഘുനന്ദനെ വിളിച്ച് പറഞ്ഞു, ഞാൻ പുറത്തേക്ക് പോവാണ്, ഇത് ഭോഗ ഭഗവാൻ ഓഫർ ചെയ്യണം, ഭഗവാൻ ഓഫർ ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ, അതേപോലെ ഭഗവാൻ ഓഫർ ചെയ്യണം പറഞ്ഞിട്ട് ആ ഒരു നിർദ്ദേശം കൊടുത്ത് പോയി. ആരെ? മുകുന്ദദാസ് അച്ഛൻ. എന്നിട്ട് രഘുനന്ദൻ ഇത് പറഞ്ഞ പോലെ ആ ഭോഗം അവിടെ കൊണ്ടു വെച്ചു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, കഴിക്കാൻ പറഞ്ഞു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, ഭഗവാൻ കഴിക്കുന്നില്ല. വീണ്ടും പറഞ്ഞു കഴിക്കുന്നില്ല. വീണ്ടും കരയാൻ തുടങ്ങി. കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഞാൻ ശരിക്കും സേവ ചെയ്തില്ല എന്ന് പറയും, പ്ലീസ് ദയവേത് കഴിക്കണം പറഞ്ഞു. അപ്പൊ ഭഗവാൻ ആ കൊച്ചു കുട്ടിയുടെ ആ ഒരു അപേക്ഷ സ്വീകരിച്ചിട്ട് ഭഗവാൻ പ്രസാദം കഴിച്ചു. പ്രസാദം കഴിച്ചു. അത് കഴിഞ്ഞ ഹാപ്പിയായി. ആര്? രഘുനന്ദൻ. എന്നിട്ട് അച്ഛൻ തിരിച്ചു വന്നു. പ്രസാദം ഭോഗം ഓഫർ ചെയ്ത് വെച്ചു. ഓഫർ ചെയ്തു. എവിടെ പ്രസാദം? എവിടെ? ഭഗവാൻ കഴിച്ചു. ഇത്ര കാലമായിട്ട് ഞാൻ ഭഗവാൻ കൊടുക്കുന്നു, ഭഗവാൻ നേരെ പ്രസാദം അതേപോലെ തിരിച്ചു തരുക ചെയ്യാണ് പ്രസാദാക്കിയിട്ട്. അതെങ്ങനെ ഭഗവാൻ കഴിക്കുന്നത്? അല്ല, സത്യമായിട്ടും കഴിച്ചു. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. എന്തായാലും ഒന്നും പറഞ്ഞില്ല. വീണ്ടും അടുത്ത ദിവസം മുകുന്ദദാസ ഞാൻ പുറത്തു പോവാണ്, വീണ്ടും അതേപോലെ ഭഗവാൻ ഓഫർ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ആക്ച്വലി പോയില്ല, അവിടെ ഒളിഞ്ഞിരുന്നു. എന്താണ്, എങ്ങനെയാണ് അവനെ ഓഫർ ചെയ്യുന്നത്? അപ്പൊ അന്നും തന്നെ ഭഗവാന്റെ മുമ്പിൽ അവിടെ ഭോഗം കൊണ്ടുവന്ന് വെച്ചു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ വന്നില്ല. വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് ഭഗവാൻ ഒന്ന് കഴിക്കാൻ പോയപ്പോൾ ലഡ്ഡു എടുത്തിട്ട് പകുതി വായിൽ കഴിച്ചിട്ട് അവിടെ വെച്ചപ്പോഴേക്കും മുകുന്ദദാസ വന്നു കണ്ടു. അപ്പൊ മനസ്സിലായി ഇദ്ദേഹത്തിന്റെ, അതായത് തന്റെ മകൻ തന്നെക്കാളും എത്രയോ ഉയർന്ന തലത്തിലാണ്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു കുറച്ച് പരിഹാസ രൂപേണ ഇതിനോട് മുകുന്ദദാസിന് ചോദിക്കാണ്, ആരാണ് അച്ഛൻ, ആരാണ് മകൻ? ഇതിൽ അച്ഛൻ ആരാണ്, മകൻ? അപ്പോ മുകുന്ദദാസ് പറഞ്ഞു, രഘുനന്ദനാണ് എൻ്റെ അച്ഛൻ. കാരണം വെച്ചാൽ അദ്ദേഹം ആണ് എനിക്ക് ഭക്തി എന്നാണ് കാണിച്ചു തന്നത് എന്ന് ചൈതന്യ മഹാപ്രഭുവോട് മുകുന്ദദാസ് പറയണ്ടായി. അപ്പൊ ആ രഘുനന്ദനാണ് തോന്നുന്നു കേട്ടോ. എനിവേ, കട്ടേ കാഹിബ ഏ ദേഖാ ജാതാ യാതാ ജന ചൈതന്യ രാഗണ സഭ ചൈതന്യ ജീവന. Kateka kahiba edeka yata jana chaitanya gana sabha chaitanya jivana. How many names shall I speak to you? All the devotees you see here are associates of Sri Chaitanya Mahaprabhu, who is their life and soul. എത്ര ഭക്തന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാ. ഈ കാണുന്ന എല്ലാ ഭക്തന്മാരും ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സ് ആണ്, അവരുടെ അനുയായികളാണ്, വെൽവിഷേഴ്സ് ആണ്, ഭക്തന്മാരാണ്. അവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ ലൈഫ് ആൻഡ് സോൾ ആണ് എന്ന് പറയുന്നത്. 94 രാജ കഹേ ദേഖി മോരാ ഹൈല ചമത്കാര വൈഷ്ണവേര ഐച്ച തേജ ദേഖി നാഹി ആരാ. Raja kahe deki mora haila chamatkara Vaishnavera aicha teja deki nahi ara. The king said, upon seeing all the devotees, I am very much astonished, for I have never seen such an effulgence. രാജാവ് പറഞ്ഞു, എല്ലാ ഭക്തന്മാരെയും കണ്ടിട്ട് ഭയങ്കര അത്ഭുതം, ആശ്ചര്യം. കാരണം ഇത്രയും തേജസ്സുള്ള ഭക്തന്മാരെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. കാരണം എന്താണ് കാരണം? തീയില്, അഗ്നിയില് അയൺ റോഡ് ഇട്ടാ എന്താവാ? അതിന്റെ ക്വാളിറ്റി ആ അയൺ റോഡിന് കിട്ടും അല്ലെ, ഇരുമ്പ് കഷ്ണത്തിന്. അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ സംഘം ചെയ്താൽ അവർക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഗുണങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് അവരുടെ എഫ്ലുജൻസ്, തേജസ്. അതാണ് രാജാവ് പറയുന്നത്, ഇങ്ങനത്തെ എഫ്ലുജൻസ് ഉള്ള ഒരു ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടില്ല. കോട്ടി സൂര്യ സമാസഭ ഉജ്ജ്വല വരണ കാബു നാഹി സുനിയേ മധുര കീർത്തന. Koti surya sama sabha ujjwala varana kabu nahi suniye madhura kirtana. Indeed, their effulgence is like the brilliance of million suns. അതായത് കോടിക്കണക്കില് സൂര്യന്റെ ആ ഒരു എഫൾജൻസ്, തേജസ് ആണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളതെന്നാണ് പറയുന്നത്. Nor have I ever heard Lord's names chanted so melodiously. അവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിനെ സ്തുതി ചെയ്തിട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും
മെലോഡിയസ് ആയിട്ടുള്ള കീർത്തനം ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല എന്ന് രാജാവ് ഭട്ടാചാര്യോട് പറയാണ്. Such are the symptoms of pure devotees when they are chanting. All the pure devotees are as bright as sunshine and their bodily luster is very effulgent. In addition, their performance of Sankirtana is unparalleled. ഇതേപോലുള്ളൊരു സങ്കീർത്തനം അദ്ദേഹം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത്രയും മെലോഡിയസ് ആയിരുന്നു, അത്രയും മധുരമുള്ള ഒരു കീർത്തനമായിരുന്നു അവിടെ നടന്നിരുന്നത്. There are many professional chanters who can perform congregational chanting with various musical instruments in an artistic and musical way. But the chanting cannot be as attractive as the congregational chanting of pure devotees. ഒരുപാട് ക്ലാസിക്കൽ സോങ്സ് പാടുന്ന നല്ല നല്ല വളരെ പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏബിൾ ആയിട്ടുള്ള നല്ല നല്ല കീർത്തനീയസ് ഉണ്ടായിരിക്കും. ഭക്തന്മാരല്ലെങ്കിൽ അവർ ശുദ്ധ ഭക്തന്മാരില്ലെങ്കിൽ അത് ആരെയും അട്രാക്ട് ചെയ്യില്ല. കുറച്ചു നേരം നമ്മളുടെ കാതിനും എല്ലാം കുളിർമ തരും, പക്ഷെ അതോടുകൂടി കഴിഞ്ഞു. പക്ഷെ ശരിക്കുള്ള ഭക്തന്മാരാണ് ഭഗവാന്റെ സ്തുതിച്ച് പാടുന്നെങ്കിൽ അത് നമ്മുടെ ആ സമയത്ത് മാത്രമല്ല, എന്നേക്കും നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. So if a devotee sticks strictly to the principles governing Vaishnava behavior, his bodily luster will naturally be attractive and his singing and chanting of the holy names of the Lord will be effective. People will appreciate such kirtana without hesitation. അപ്പോ അതിൻ്റെ ആ കീർത്തനത്തിന്റെ മെലഡി, അതായത് നമുക്ക് കാതിന് സുഖം തരുന്നതല്ല, ഹൃദയത്തിന് ആയിരിക്കണം. അപ്പോൾ അതിൽ കുറച്ച് അപാകതകളുണ്ടെങ്കിൽ ശരിക്കും ഭഗവാന്റെ സ്തുതിയാണെങ്കിൽ എല്ലാവരെയും അത് ആകർഷിക്കും. ഈവൻ ഡ്രാമാസ് about the pastimes of Lord Chaitanya or Sri Krishna should be played by devotees. Such dramas will immediately interest an audience and be full of potency. Students of the International Society for Krishna Consciousness should note these 2 points and try to apply these principles in the spreading of the Lord's glories. അപ്പോൾ കീർത്തനം വഴിയും ഡ്രാമ നാടകം വഴിയും ഇതെല്ലാം ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരെയും അവരുടെ ഗുണങ്ങളും അവരുടെ ഭക്തിയും എല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ആ ഒരു മീഡിയ കൂടി നമ്മൾ ഉപയോഗിക്കണമെന്ന് ശ്രീല പ്രഭുപാദ മൂവ്മെന്റിലുള്ള ഇസ്കോണിലെ മൂവ്മെന്റിലുള്ള എല്ലാ ഭക്തന്മാരോടും അപേക്ഷിക്കുകയാണ്. ഈ 2 മീഡിയം ഉപയോഗിക്കണം. ഒന്ന് കീർത്തൻ, രണ്ടാമത് ഡ്രാമ. ഈ മീഡിയത്തിലൂടെ ഇതിന്റെ പ്രൊപ്പഗേഷൻ, ചൈതന്യ മഹാപ്രഭുവിന്റെ നാമസങ്കീർത്തന്റെ പ്രൊപ്പഗേഷൻ നടക്കണം. അത് വളരെ എല്ലാവരെയും ആകർഷിക്കും എന്നാണ് ചില പ്രഭുപാദരുടെ അഭിപ്രായം. അതിനും ഭക്തന്മാര് ശ്രമിക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് കീർത്തൻ. എല്ലാ സ്ഥലത്തും നമുക്ക് അറിയാം കീർത്തൻ മേള അല്ലെ. പിന്നെ പല സ്ഥലത്തും നാടകമുണ്ട്, ഭഗവാന്റെ ലീലകള് ഡെപ്പിക്ട് ചെയ്തിട്ടുള്ള നാടകങ്ങളും എക്സിബിറ്റ് ചെയ്യാറുണ്ട്, അവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. മറ്റുള്ളവരെ അത് ആകർഷിക്കുകയും ചെയ്യും. അതിലൂടെ കഥ, ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാത്മ്യം, കലികാലത്തിന്റെ മഹാത്മ്യം, കീർത്തൻ ഈ കലികാലത്തിന്റെ യജ്ഞമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. സോ ടെക്സ്റ്റ് 96 അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാതരുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद। हरि हरि।